അല്ല സെച്ചി, ഒരു ചോദ്യം. സമയത്ത് കല്യാണം കഴിപ്പിക്കുന്ന രാഷ്ട്രത്തിന് ഇത്രയും ശക്തമാണെങ്കിൽ മോദിജി എന്ത് നീ കല്യാണം കഴിപ്പിക്കാത്തത്? അങ്ങേര് ഇതുവരെയും കല്യാണമൊന്നും കഴിച്ചിട്ടില്ല. ചേച്ചിയുടെ ഈ പ്രസംഗം തർജിമ ചെയ്ത് മോങ്ങീജിയുടെ അടുത്തേക്ക് എത്തിക്കണം. ഹേ ഹൈ ഹോ ഹും ആരെങ്കിലും ഒന്ന് അങ്ങോട്ട് എത്തിച്ചു കൊടുക്കൂ പ്ലീസ്. അദ്ദേഹത്തിനോട് എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, വൈകിയ വേളയിലെങ്കിലും നിങ്ങൾക്ക് രാഷ്ട്രത്തിന് വേണ്ടി ഒരു കല്യാണം കഴിച്ചുകൂടെ? അവിടെ ആണുങ്ങളെ മാത്രം പഠിപ്പിച്ചു ഇല്ലല്ലോ. ചില വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാവുക. സാമൂഹിക സമരസത എന്നത് ഈ ഏകതാ സമ്മേളനത്തിലൂടെ നമ്മൾ നേടിയെടുക്കേണ്ട ലക്ഷ്യമാണെങ്കിൽ വളരെ ബോധപരമായ പ്രവൃത്തി നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. ജാതിക്കതീതമായ വിവാഹങ്ങൾ നടന്നിരിക്കണം. തൊട്ടുകൂടായ്മ പോയി, തീണ്ടിക്കൂടായ്മ പോയി, വൃത്തിയിൽപ്പെട്ട കുറ്റങ്ങളിൽ പോയി, കെട്ടി തമ്മിലുണ്ടാത്തവർ പോയി, കെട്ടില്ലാത്തവർ മാത്രം അവിടെ നിൽക്കുക. അതിന് ശ്രീനാരായണ ഗുരുദേവൻ വരുന്നോ? പോയിന്റ്. നാരായണ ഗുരുവിന്റെ ഫോളോപ്പറാണ് കേട്ടോ ആ പറഞ്ഞത്. അത്തറവാടിത്തരം എനിക്ക് ഇത്രയും നാൾ വിസകലെ ഇഷ്ടമില്ലായിരുന്നു. പക്ഷെ എനിക്ക് ഇപ്പൊ ചെറിയൊരു ഇഷ്ടം. എവിടെയോ ഏതോ ഒരു കോർണറിൽ എനിക്കൊരു സ്നേഹം തോന്നുന്നു. ഐ സ്നേഹിക്കൽ യു. നല്ല സൂപ്പർ സാധനമാണ്. പറയട്ടെ. അതുകൊണ്ട് ഗൗരവമായി ചിന്തിക്കുക. ഈ പഞ്ചായത്തിൽ നമ്മൾ നേരിടുന്ന ഒരു വലിയ വിഷയമാണ് എന്നതുകൊണ്ട് ജാതിക്ക് അതീതമായി, ഒന്നുകൂടി കറക്റ്റ് പറയട്ടെ, ജാതകത്തിനും അതീതമായി വിവാഹങ്ങൾ നടത്താനുള്ള ത്രാണി നമുക്കുണ്ടാകണം. പിന്നെ എന്ത് ധീരത നമുക്ക് എന്തെന്ന് പറഞ്ഞത്? ഇപ്പൊ ഇതൊക്കെ തെറ്റില്ലായിരിക്കാം. ജാതകം എനിക്ക് തെറ്റാണോ ശരിയാണോ എനിക്കറിയില്ല. എനിക്കറിയാത്ത ഞാൻ തെറ്റാന്ന് പറയുന്നത് ശരിയാകാം. ഇനിയിപ്പോ അത് ശരിയായില്ല എന്നുള്ളതിന്റെ മാക്സിമം എന്താ വരിക? ഒന്നെങ്കിൽ ഡൈവേഴ്സ് നടക്കും അല്ലേ? അതിപ്പോ നടക്കുന്നില്ലേ? അല്ലെങ്കിൽ മരണം അല്ലെങ്കിൽ ഒന്നെങ്കിൽ ഡിവോഴ്സ് നടക്കും, അല്ലെങ്കിൽ മരണം നടക്കും. അതൊക്കെ ഇപ്പൊ നടക്കുന്നില്ല എന്നത് ആധികാരികമായി കുണ പറയുകയാണ് തെച്ചി. എന്തായാലും പറഞ്ഞാലൊരു കാര്യമുണ്ട് കേട്ടാ, എങ്ങനെയും ഹിന്ദുക്കളുടെ നമ്പേഴ്സ് കൂട്ടണം. ലോകത്തെവിടെയും ഇല്ലാത്ത മന്ദബുദ്ധികളെല്ലാം കൂടെ കുത്തിക്കേറിയ ഒരു രാഷ്ട്രീയ കക്ഷിയാണ് ഈ പറയുന്ന BJP. എന്റെ പൊന്നു വാനര ജന്മങ്ങളെ, രാജ്യത്ത് 80% വരുന്നത് ഹിന്ദുമത വിശ്വാസികളാണ്. ശതമാനത്തിൽ ആളെ കൂട്ടിയിട്ട് കാര്യമില്ല. അവർക്ക് സ്വച്ഛമായി ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക. നല്ല രാഷ്ട്രീയം പറയുക. നല്ല രാഷ്ട്രീയവും ജനനന്മ പ്രവർത്തികളും ചെയ്താൽ അവർ നിങ്ങളെ ജയിപ്പിച്ചു വിടും. അതിന് വേണ്ടിയിട്ടൊരു ശുനായും കൊണ്ടൊന്നും തള്ളേണ്ട കാര്യമൊന്നുമില്ല. ഹിന്ദുമതം ഒരു സംസ്കാരമാണ്. അത് എല്ലാ മതവിഭാഗങ്ങളും അനുസരിച്ച് പോകുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു എക്സാമ്പിൾ വേണമെങ്കിൽ പറയാം. ഞങ്ങളുടെ മതവിഭാഗം അഡ്രസ്സ് ചെയ്യുന്നത് നിക്കാഹാണ്.